കോഴിക്കോട്ട് പൂവാട്ടുപറമ്പിൽ പ്ലാസ്റ്റിക് സംസ്കരണശാലയിൽ വൻ തീപിടുത്തം. തീയണയ്ക്കാനുള്ള ശ്രമം 17 മണിക്കൂർ പിന്നിട്ടു. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 17 മണിക്കൂർ പിന്നിടുകയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം. ഇപ്പോഴും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ഫയർ സ്റ്റേഷനിൽ നിന്നായി 10ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ കഠിന പ്രയത്നം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും വീണ്ടും ആദ്യ ഭാഗത്ത് തീ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 2 JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യ കൂമ്പാരം വകഞ്ഞു മാറ്റിയ ശേഷം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള ശ്രമമാണ്. അപ്പോഴും വലിയ രീതിയിൽ പുകയും തീയും ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്റ്റിക് കൂമ്പാരമാണ്, വിഷപ്പുകയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രദേശത്തുള്ള ആളുകൾ പരമാവധി മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, നിലവിൽ എന്താണ് ഇവിടെ സാഹചര്യം? ഇനിയും സമയമെടുക്കുമോ തീ നിയന്ത്രണ വിധേയമാക്കാൻ? തീ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് എല്ലാ മാലിന്യങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം മുതൽ ഇരുമ്പ് മാലിന്യം മുതൽ എല്ലാ മാലിന്യങ്ങളും കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് കുറേശ്ശെ നീക്കം ചെയ്ത് അത് വെള്ളം അടിച്ച് പൂർണ്ണമായിട്ട് അണച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അണച്ച് പോയാലും വീണ്ടും തീ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും കുറേശ്ശെ നീക്കി അത് പൂർണ്ണമായിട്ട് അണച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപകട സാഹചര്യം ഒഴിവായി. അപ്പോഴും ഈ വിഷപ്പുകയാണ് പുറത്തേക്ക് വരുന്നത്. അപകട സാഹചര്യം നിലവിലൊന്നും തന്നെ ഇല്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. ഇതിനകത്തുണ്ടായിരുന്ന വാഹനങ്ങൾ തന്നെ നമ്മൾ അതിന് യാതൊരു ഡാമേജും കൂടാതെ തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ LPG സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ പൊട്ടാത്ത സിലിണ്ടറുകൾ നമ്മൾ തന്നെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാ ജീവനക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ സന്നദ്ധ സേനാംഗങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ തന്നെയാണ് വിശ്വാസം. എന്താണെങ്കിലും ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നല്ലേ? അതെ. തീർച്ചയായിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തീവ്ര പ്രയത്നത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ തീ ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 7 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ്